എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LP-UPയിലെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ചാവറ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാമം എക്കോ കുര്യാക്കോസും മാതാവ് മറിയം തോപ്പിലുമാണ്. 1805 ഫെബ്രുവരി 17 ചേന്നങ്കരി പാരിഷ് ചർച്ചിൽ വെച്ച് അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്തു. 1829 ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചു. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് അർത്തുങ്കൽ പള്ളി. അടുത്തത് നമുക്ക് ചാവറയച്ചൻ്റെ വിശേഷണങ്ങൾ നോക്കാം. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ദൈവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, ആദ്യത്തെ കേരളീയ വികാരി ജനറൽ, കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നതും ചാവറയച്ചനാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും ചാവറയച്ചനാണ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് ചാവറയച്ചൻ. ഇനി നമുക്ക് ചാവറയച്ചൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് മാന്നാനം, കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലുമായിരുന്നു. അദ്ദേഹം കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കൂടാതെ മാന്നാനത്ത് 1846 ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഈ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം നവോത്ഥാനം ആരംഭിക്കുന്നത്. ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നതും അദ്ദേഹമാണ്. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ ഒരു പദ്ധതി മൂലമാണ്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂളും ഇദ്ദേഹം കൂനമ്മാവിൽ സ്ഥാപിച്ചു. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ മാന്നാനത്താണ്. ഇത് നിർമ്മിച്ചത് 1833 വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അദ്ദേഹം അച്ചടിശാല സ്ഥാപിക്കാനും നേതൃത്വം നൽകിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സെൻറ്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്ന ഒരു അച്ചടിശാല അദ്ദേഹം രൂപീകരിച്ചു. 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്സിൻ്റെ നാമമെന്ന് പറയുന്നത് സെൻറ്റ് ജോസഫ് പ്രസ്സാണ്. അത് സ്ഥാപിച്ച വർഷം 1846 കേരളത്തിലെ തന്നെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നതാണ് CMI, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് CMI അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്ഥാപകനും ചാവറയച്ചനാണ്. ഇത് സ്ഥാപിതമായത് 1831 മെയ് 11 മാന്നാനം കോട്ടയത്താണ്. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹായിയായിട്ട് ഉണ്ടായിരുന്നത് പാലയ്ക്കൽ തോമാമാൽപ്പനും പോരുകര തോമസ് അച്ഛനുമായിരുന്നു. ആരൊക്കെയാണ്? പാലയ്ക്കൽ തോമാമാൽപ്പനും
പോരുകര തോമസ് അച്ഛനും. 1866 സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ അല്ലെങ്കിൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. അമലോത്സവദാസ സംഘവും കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചിരുന്നു. 1861 അദ്ദേഹം സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ വികാരിയായിരുന്നു. അദ്ദേഹം മരിച്ചത് 1871 ജനുവരി 3-നാണ്. 1871 ജനുവരി 3-ന്. അദ്ദേഹം മരണമടഞ്ഞ സ്ഥലം കൊച്ചിയിലെ കൂനമ്മാവാണ്. കൊച്ചിയിലെ കൂനമ്മാവിലാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്തെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1987 ഡിസംബർ 20-നാണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് KC ചാക്കോ. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് KC ചാക്കോ. ചാവറയച്ചനെക്കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ. ചാവറയച്ചനെക്കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ. ചാവറയച്ചനെക്കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്രത്തിൻ്റെ പേര് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ഏതൊക്കെയാണ്? ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൂനമ്മാവ് മഠം, നളാഗമം, നല്ല അപ്പൻ്റെ ചാവരുൾ, കനോന നമസ്കാരം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, മരണപർവം, ആത്മാനുതാപം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8-നാണ്. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8-ന്. അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ II മാർപ്പാപ്പയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ കൂടെ 1986 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൺസയാണ്. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23-ന്. അപ്പോൾ ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രാസ്യാമ്മ. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനാക്കി മാറ്റിയ വർഷം 1986 ഫെബ്രുവരി 8-നും ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23-മാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 2 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ PSC എക്സാമുകളിൽ വർഷം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആര്? ഓപ്ഷൻ A ജോൺ പോൾ II, ഓപ്ഷൻ B ജോൺ പോൾ III, ഓപ്ഷൻ C ജോൺ പോൾ IV, ഓപ്ഷൻ D പോപ്പ് ഫ്രാൻസിസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ A ജോൺ പോൾ II. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ A ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ D അയ്യങ്കാളി, ഓപ്ഷൻ C കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓപ്ഷൻ D വാഗ്ഭടാനന്ദൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ
എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചാവറ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിൻറ്റ്സുകൾ അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. താങ്ക് യു.